മുന്നിൽ നിന്ന് നയിച്ചവര് സതീശ പോരാള് മലയോരത്തിന്റെ വിവാദ്യങ്ങൾ കേരളമാകെ വീശിയടിച്ച കാലം കേരളത്തിന്റെ മണ്ണിനെ കട്ടുമുടിച്ചു ശക്തമായി നയിക്കുകയും കേരളത്തിൽ തന്നെ UDF വലിയൊരു ശക്തിയാക്കി മാറ്റുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ നടപ്പിലാക്കുകയും ചെയ്ത PD സതീശൻ ഇന്ന് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ് പാർട്ടിയിൽ. അദ്ദേഹത്തിന്റെ അവഗണന എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അടിച്ചമർത്തിക്കൊണ്ട് കേരളത്തിൽ 102 സീറ്റോടുകൂടി UDF അധികാരത്തിലെത്തിച്ച ബഹുമാന്യനായ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ MLA-മാരില്ലാതെ അല്ലെങ്കിൽ MLA-മാരെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കാനും ഈ നേതൃത്വത്തിന്റെ ഇതുപോലുള്ള ഇടപെടലുകളിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തിരുത്തൽ ശക്തിയായി മാറാനും വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ പരിപാടിയോടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ നയിച്ചതും അതിനുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നയിച്ചതും അതുപോലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എന്താണോ PD സതീശൻ ലക്ഷ്യം വെച്ചത് കൃത്യമായി ആ ലക്ഷ്യം സാധിക്കുന്ന രീതിയിലേക്ക് ഈ കേരളം നടന്നു നീങ്ങുമ്പോൾ കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതിനെ മാറ്റി കോൺഗ്രസിനെ മുത്തം വെക്കുന്ന ഒരു കേരളം, അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ മുത്തം വെക്കുന്ന, UDF-നെ മുത്തം വെക്കുന്ന ഒരു കേരളം എന്നുള്ള അവസ്ഥയിലേക്ക് ഈ നാട് മാറുകയാണ്. ഈ അവസരത്തിൽ PD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കണമെന്ന് ഹൈക്കമാൻഡിനോട് പറയുന്നതിന് വേണ്ടി, ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം, ഈ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യം നിലപാടുകൾ പറഞ്ഞാൽ അതേപടി ചെയ്യുന്ന ഒരു നേതാവായ PD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് PD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം. ബഹുമാനപ്പെട്ട ഹൈക്കമാൻഡ് ഇവിടുത്തെ MLA-മാരുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത്. പക്ഷെ ജനവികാരം അത് ഞങ്ങളിവിടെ
പറയുകയാണ് ജനവികാരം എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മണ്ണിൽ വരണമെന്നാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെയും ജനങ്ങളെ ആഗ്രഹം. ഈ ഹൈക്കമാൻഡ് 43 അല്ലെങ്കിൽ 63 MLA-മാരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ 63 MLA-മാരെ വിജയിപ്പിച്ച കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ അഭിപ്രായം MLA-മാർ കേട്ടിട്ട് വേണം ഹൈക്കമാൻഡിന്റെ അഭിപ്രായം പറയാൻ. ഏറെ പ്രിയമുള്ളവരെ, ഞങ്ങൾ ആരും വി.ഡി. സതീശന്റെ ഗ്രൂപ്പ് നോക്കിയിട്ടില്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഒരാൾക്കും ഞാനുൾപ്പെടെ വി.ഡി. സതീശൻ ഏത് ഗ്രൂപ്പാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയാം, അദ്ദേഹം ജനകീയനാണ്, അദ്ദേഹം വിഷനുള്ള ആളാണ്, അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്, അദ്ദേഹത്തിന് ഒരു നിലപാടുണ്ട്. ആ നിലപാട് കണ്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എണ്ണയിട്ട യന്ത്രം പോലെ UDF-ന് വേണ്ടി പ്രവർത്തിച്ചത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലയോര പ്രദേശത്ത് നടത്തിയ ഈ പരിപാടിക്ക് വേൾഡ് വിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം. ലോകോത്തര കമ്പനികളുടെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED ടിവികൾ, ഹോം തിയേറ്റേഴ്സ്, മിക്സർ ഗ്രൈൻഡേഴ്സ്, OTG ഓവനുകൾ, ഗ്യാസ് സ്റ്റവ്, ഫാൻ, അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ. വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ, മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം.